കൂടുതൽ പെക്കടിച്ചു, മത്സരത്തിൽ ജയിച്ചു. വാള് വെച്ചിട്ടാണെങ്കിലും പൾവാൾ ദേവന്റെ കുടി പ്രശംസനീയമാണ്. പൾവാൾ ദേവന്റെ പേര് എല്ലാ ബാറിലും എഴുതപ്പെടണം. ഇന്ന് എന്റെ പുത്രൻ പൾവാൾ ദേവനെ മകിഴ്മതിയുടെ മാട്ടക്കുടിയനായി പ്രഖ്യാപിക്കുകയാണ്. ബാഹുബലിയെ മകിഴ്മതിയുടെ നല്ല കുടിയനായി ഞാൻ അറിയിക്കുന്നു. എന്തൊരു തീരുമാനമാണിത്! എന്റെ മകൻ, നമ്മുടെ മകൻ, അവനല്ലേ ഏറ്റവും കൂടുതൽ പെക്കടിച്ചത്. അവനെന്താ വിന്നറാക്കാത്തത്? എന്താ വിന്നർ ആവാനുള്ള അർഹത എത്ര പെഗ് അടിച്ചു എന്നതിലല്ല, അത് എങ്ങനെ അടിച്ചു എന്നതിലാണ്. മത്സരത്തിൽ പൾവാൾ ദേവൻ കുടിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. എന്നാൽ ബാഹുബലി ഒരു കൈ കൊണ്ട് കുടിക്കുകയും മറു കൈ കൊണ്ട് ടച്ചിങ്സ് കഴിച്ച് വാള് വെക്കാതെ നോക്കി. അതാണ് ഒരു നല്ല കുടിയനും മാട്ടക്കുടിയനും തമ്മിലുള്ള വ്യത്യാസം. 3 ഫുള്ളടിക്കുന്നവൻ കുടിയൻ തന്നെ. എന്നാൽ എത്ര കുടിച്ചാലും ഒരു തുള്ളി പോലും വാള് വെക്കാത്തവൻ മഹാധീരനാണ്. ഇത്ര നല്ല കുടിയനാണോ എന്റെ ശിവന്റെ അച്ഛൻ? അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ കുളിരു കോരുന്നു. അദ്ദേഹം കുടിക്കുന്നത് ഒരു തവണ എനിക്കൊന്ന് കാണാമോ? ഇല്ല, ആ മഹാൻ വാള് വെച്ച് കുടി നിർത്തി. ഏത് മാട്ട സാധനം അടിച്ചാലും വാള് വെക്കാത്ത ആ മഹാകുടിയൻ എങ്ങനെയാണ് വാള് വെച്ചതെന്ന് ഒന്ന് പറയാമോ? മാട്ട സാധനത്തെക്കാൾ വലിയൊരു കാട്ട സാധനമുണ്ട്. ബാഹുബലിക്ക് പിന്നിൽ നിന്നും ആ കാട്ട സാധനം കൊടുത്ത് വാള് വെപ്പിക്കുകയായിരുന്നു. ആരാണ് ആ വഞ്ചകൻ? ആരാണ്? എന്ത് കാട്ട സാധനമാണ് അയാൾ കൊടുത്തത്? ആ ദ്രോഹി ഞാൻ തന്നെയാണ്. ഞാൻ കൊടുത്ത ആ കാട്ട സാധനം